ഒരിക്കലൊരു യുവാവ് എന്നോട് ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ? ഒരു മനുഷ്യൻ മരിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്? ഈ യുവാവ് മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തുള്ള രാജ്യക്കാരനായ ഒരു യുവാവാണ്. 18 വയസ്സുണ്ടാവും. ഞാനൊരു അച്ഛനാണെന്ന് അവരറിയില്ല. ഒരു യാത്രക്കിടയിൽ ചോദിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഉത്തരം? അറിയും. ഒരു മനുഷ്യൻ മരിച്ചതിൻ്റെ പേരിൽ ഇത്രയും പേരല്ല, സഭ മുഴുവൻ, നമ്മളെല്ലാവരും എങ്ങനെ സ്വർഗത്തിൽ പോകും? ആരാ മരിച്ചത്? ആരാണ് മരിച്ചത്? ഈശോ. ഈശോ മരിച്ചതിൻ്റെ പേരിൽ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകും. ഉറപ്പുള്ളവർ എത്ര? ഈശോ മരിച്ചു, ആ ഒറ്റ കാരണത്താൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ ആരുമില്ലേ? പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? 2 പേര് സകല ഉത്തരവാദിത്വവും കർത്താവിനെ ഏൽപ്പിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന മൂന്നാമതൊരാളുടെ 3 പേരുടെ വിശ്വാസവും അവരുടെ ദൈവസ്നേഹമൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവ് മരിച്ചതിൻ്റെ പേരിൽ നമ്മൾ ആരും സ്വർഗത്തിൽ പോകും എന്നെനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അവന് തന്നെ അറിയാം. നമ്മളാരും സ്വർഗത്തിൽ പോകുന്നത് കർത്താവ് മരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമല്ല. കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ നമുക്കൊരു വഴി കാണിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. ഈശോയുടെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ കുരിശിലെ മരണത്തിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു, ജീവൻ കൊടുത്തു, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും സമർപ്പിച്ചു. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കർത്താവ് മരിച്ചതുപോലെ നമ്മൾ മരിക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മളെല്ലാവരും സ്വർഗ്ഗത്തിൽ എത്തിച്ചേരും. 100% ഉറപ്പാണ്, അല്ലേ? കർത്താവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അതുപോലെ ഇന്നത്തെ ലേഖന ഭാഗത്തും നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. ഏറ്റവും ആദ്യത്തെ ദേവാലയം ഏതായിരുന്നു നമുക്കറിയോ? ഏറ്റവും ആദ്യത്തെ ദേവാലയം ആരാ? ഏതാ? നമ്മുടെ പള്ളി ഏതാ? ഏറ്റവും ആദ്യത്തെ ദേവാലയം ഉറക്കെ പറ. എവിടെ? ഉറക്കെ പറഞ്ഞു. ഇസ്രായേലിലോ? എവിടെ? ജെറുസലേം ആണ് ദേവാലയം. അതൊരു സ്ഥലം. എല്ലാവരും പോയിട്ടുണ്ടോ ജെറുസലേമിൽ? ഏറ്റവും ആദ്യത്തെ ദേവാലയം ജെറുസലേമിലായിരുന്നു. ഓക്കെ, ജെറുസലേം ദേവാലയം ആദ്യത്തെ ദേവാലയം. ഈശോ വന്നു പിറന്ന ദേവാലയമല്ലല്ലോ. ജെറുസലേം ദേവാലയം ഏറ്റവും ആദ്യമായി ദൈവം കൽപ്പിച്ചതനുസരിച്ച് സോളമൻ രാജാവ് പണിത ദേവാലയമാണ്, അല്ലെ? പഴയ നിയമത്തിൽ ഈശോ ഇറങ്ങി വന്ന് വസിച്ച ആദ്യ ദേവാലയം പരിശുദ്ധ കന്യകാമറി, പരിശുദ്ധ അമ്മ. അതിവിടെയുള്ളവർക്ക് കുറേ പേർക്ക് അറിയാം. പരിശുദ്ധ അമ്മ സ്വയം തൻ്റെ ജീവിതം ദേവാലയമായി സമർപ്പിച്ചവളാണ്. ആ ദേവാലയത്തെ ദൈവത്തിന് ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവം ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അത് തന്നെ. നിങ്ങളെല്ലാവരും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധരെ പോലെ നമ്മളൊക്കെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദേവാലയങ്ങളായിട്ട് തീരുമ്പോൾ നമ്മളും ഈശോ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ട് നമ്മളും സ്വർഗത്തിൽ എത്തിച്ചേരും. ഒരു എളുപ്പ വഴി ഈശോ നമ്മളോട് പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ദേവാലയങ്ങളാണ്. നമ്മളെല്ലാവരും ദേവാലയങ്ങളാണ്. ഒരു ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദേവാലയം നമുക്ക് ഒരു അഭയകേന്ദ്രമാണ്. നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ പങ്കുവയ്ക്കാൻ, നമ്മുടെ നിശബ്ദമായ, നമ്മുടെ ആരോടും മറ്റു പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത വേദനകൾക്ക് പോലും നിശബ്ദമായി ദൈവം ഇവിടെ ഇരുന്ന് അത് കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഇടമാണ്. നമ്മുടെ എല്ലാവരുടെയും ഭവനമാണ്. ഇവിടെ വലിയ ചെറുപ്പമില്ല, അല്ലെങ്കിൽ മതങ്ങൾ, സ്ഥാനമാനങ്ങൾ
പണം, ഇതിനൊന്നും പ്രസക്തിയില്ല. എല്ലാവർക്കും കയറി ചെല്ലാവുന്ന ഇടമാണ്, എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഇടമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ കൃപാവരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്, ആരും ആരെയും കുറ്റപ്പെടുത്താത്ത സ്ഥലമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അങ്ങനെയാണോ എന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി ഈ തിരുനാൾ നമുക്ക് ഒരവസരം നൽകുകയാണ്. സ്വർഗത്തിലെത്തിച്ചേരാൻ ഏറ്റവും എളുപ്പ വഴി പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ വഹിക്കുന്ന, ഈശോയ്ക്ക് ജീവിതം ഒരുക്കി വച്ചിരിക്കുന്ന ദേവാലയങ്ങളായി തീരുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് സീറോ മലബാർ സഭയുടെ ക്രമമനുസരിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിന്, വിശുദ്ധ കുർബാന എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പരിചയമുള്ളതെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിലെല്ലാം പങ്കുചേരാമെന്ന് സാധിച്ചില്ലെങ്കിലും പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ കാതോർത്തിരുന്ന് നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യത്തോടെ നമുക്ക് ബലിയർപ്പിക്കാം. തമ്പുരാനോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഏറ്റവും പ്രധാന സ്ഥാനം എൻ്റെ ജീവിതത്തിൽ കൊടുക്കാൻ, എൻ്റെ ജീവിതത്തെ തന്നെ ഒരുക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തെ മുഴുവൻ മാറ്റിവെക്കാൻ, ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ, ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിലൂടെ നടക്കാൻ, അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നീക്കി വെക്കാൻ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വയ്ക്കാൻ ഈശോയെ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. മാലാഖമാരോടൊപ്പം വിശുദ്ധരോടൊപ്പം സ്തുതി കീർത്തനങ്ങളിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ ഈ ദേവാലയത്തെയും അതുപോലെ ആഘോഷങ്ങളെയും ഒക്കെ ദൈവം സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.